ഒരു മോഡേൺ സ്റ്റൈൽ, ഫ്രീക്ക് സ്റ്റൈൽ എന്നൊക്കെ പറയില്ല. അപ്പോൾ അതിൽ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ പറയുന്ന വാക്കുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ, ഇത് സീനില്ല, ഇത് വളരെ, അതായത് ഇനിയൊരു ആൻസർ കിട്ടാത്ത ഒരു ന്യൂ ജനറേഷൻ ഇൻ്റർവ്യൂ ഒരു 100-നടുത്ത ഒരു 4-നുള്ളൂ. മനസ്സിലായി? അപ്പോൾ അത്ര അൺപ്രൊഫഷണലായിട്ടുള്ള അത് അവർ ഡെയിലി അവരുടെ ലാംഗ്വേജിലുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ പലതും ഉണ്ടാവും. പക്ഷെ ഒരു ഇൻ്റർവ്യൂ ടേബിളിൽ നിന്ന് നമ്മളൊരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ സംസാരിക്കുമ്പോൾ പ്രൊഫഷണലായ ലാംഗ്വേജ് സംസാരിക്കുക എന്നുള്ളത്, അപ്പോൾ ഞാനൊരു വെർബലിനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി നോൺ വെർബൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നു. അപ്പോൾ റീസെൻ്റ്ലി നല്ലൊരു പയ്യനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എൻ്റെ കൊളീഗിനുണ്ടായൊരു അനുഭവമാണ്. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു അതിനെ പറ്റി. കാരണം നല്ല ആളാണ്, പിന്നെ നമ്മളുടെ റെഫറൻസിൽ വന്ന കാൻഡിഡേറ്റാണ്. പക്ഷെ പുള്ളി ഇങ്ങനെ വന്നിട്ട് ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, വളരെ കാരണം എൻ്റെ കൊളീഗ് വളരെ സീനിയറായിട്ടുള്ള ആളാണ്. ഒരു 10-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ പുള്ളിയുടെ മുമ്പിൽ ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു പയ്യൻ വന്നിട്ട് ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. ഓക്കെ, പോരട്ടെ എന്നുള്ളൊരു ലെവലിൽ. അപ്പോൾ ദിസ് ഈസ് ലൈക്ക് എ റെഡ് ഫ്ലാഗ് ഫ്രം ദ ബിഗിനിങ്. ഇതെന്താണ് ഇങ്ങനെയെന്ന് തോന്നും. പക്ഷെ സ്റ്റിൽ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ, പിന്നെ നമ്മൾ സംസാരിക്കും, നമ്മൾ ഓരോ ഇൻ്റർവ്യൂ മുന്നോട്ട് പോകുമ്പോൾ വേണ്ടത്ര താല്പര്യമുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാവാത്ത രൂപത്തിലുള്ള പ്രതികരണങ്ങൾ. ഇല്ല, ഞാൻ വെറുതെ അങ്ങനെ വന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്താ പറയുക, ഇത്തരം കാര്യങ്ങൾ വളരെ വലിയ റെഡ് ഫ്ലാഗുകളാണ്. നമുക്ക് തോന്നുമ്പോൾ ഒന്നും താല്പര്യമില്ല എന്ന് വിചാരിക്കുക, പിന്നെ ഒരു ജാട തോന്നുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. നേരെ കുറച്ച് നമുക്ക് ഒരാളുടെ ഇൻ്റർവ്യൂ ടേബിളിൽ നമ്മൾക്ക് മുമ്പിലിരിക്കുമ്പോൾ ഒന്ന് ഫോർവേഡ് ലീനിങ് ആയിട്ടിരിക്കുക, കൈ ഒന്ന് ടേബിളിലൊക്കെ വെക്കുക, നമുക്കൊരു ഓക്കെ, വി ആർ ഓപ്പൺ ഫോർ എ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ പറഞ്ഞ് കേൾക്കാൻ ഞാൻ തയ്യാറാണ്, എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്നൊക്കെയുള്ള ഒരു പേഴ്സണൽ കണക്റ്റ് നമുക്ക് ഉണ്ടാകുന്ന. അതേപോലെ ഒന്നിലധികം ആളുകൾ നമ്മുടെ പാനലിൽ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് മുഖം കൊടുക്കുക, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഐ കോണ്ടാക്റ്റ് കൊടുക്കുക, പിന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ പിന്നെ എല്ലാവർക്കും കിട്ടി എന്ന് ഉറപ്പ് വരുത്തുന്ന ആ രൂപത്തിൽ വളരെ നാച്ചുറലായിട്ടുള്ള ഒരു സംഭവം. ഇല്ലാത്തൊരു സംഗതി അഭിനയിക്കുക എന്നുള്ളതിലപ്പുറം നമുക്ക് ജെനുവിനായിട്ടും ഒരു എന്താ പറയുക, അപ്പുറത്തിരിക്കുന്ന ആളുകൾക്കൊരു റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഇതാവശ്യമാണെന്ന് തോന്നുന്നുണ്ട്.